പ്രത്യേക നിയമസഭാ സമ്മേളനം ആരംഭിച്ചിരിക്കുന്നു. അതിലേക്ക് ഉപോത്ബലകമായിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റെല്ലാ നിയമസഭകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് രാജ്യത്ത് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ മുൻപേ പറക്കുന്ന ഒരു പക്ഷിയാണ് കേരള നിയമസഭ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് രാജ്യത്ത് ആദ്യമായിട്ട് ഒരു നിയമസഭ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുകയാണ്. ചട്ടം 120 അനുസരിച്ചുള്ള പ്രമേയത്തെ അനുകൂലിക്കുന്നു. നടപടിക്രമങ്ങളെ അനുസരിച്ചൊരു നിയമപ്രശ്നമാണ്. ഈ ആക്ടിലെ 1(3) അനുസരിച്ച് കേന്ദ്ര സർക്കാർ ഗസറ്റ് വിജ്ഞാപനം വഴി ആക്ടിലെ വ്യവസ്ഥകൾ വിവിധ തീയതികളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ബാധകമാക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. പ്രസ്തുത ആക്ടിൽ 6 അധ്യായങ്ങളിലായി 41 വകുപ്പുകളാണ്. പ്രമേയത്തിന്റെ വിശദാംശങ്ങൾ ചർച്ചയുടെ ഭാഗമായിട്ട് ഉന്നയിക്കാവുന്നതാണല്ലോ. പ്രമേയം അവതരിപ്പിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു കേട്ടു സാർ. പ്രമേയം സഭയുടെ മുമ്പിൽ വന്ന് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അങ്ങയുടെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. ചട്ടം 120 അനുസരിച്ചുള്ള ഉപക്ഷേപം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്ന് കന്നുകാലി കശാപ്പ് ഫലത്തിൽ വിലക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം മൂലം സംസ്ഥാനത്തുളവായിരിക്കുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം ഈ സഭ ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. അങ്ങേക്ക് സംസാരിക്കാം. അദ്ദേഹത്തിന്റെ സംസാരം കഴിയട്ടെ. അല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സംസാരം കഴിയട്ടെ. കേൾക്കുന്നില്ല, അദ്ദേഹം കേട്ടില്ല. സർ, അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞിട്ട് അങ്ങേക്ക് സംസാരിക്കാം. പ്രമേയത്തെ അവതരണത്തിന് 130 എന്താണ് ക്രമപ്രശ്നം? ഉന്നയിച്ചോട്ടെ. അങ്ങ് എന്താണ് അങ്ങയുടെ പോയിന്റ്? അങ്ങ് പ്രമേയത്തിന്റെ വിശദാംശങ്ങളാണെങ്കിൽ അത് ചർച്ചയുടെ ഭാഗമായിട്ട് ഉന്നയിച്ചാൽ പോരെ? ഈ വിജ്ഞാപനങ്ങൾ പരിശോധിച്ചാൽ ആക്ടിലെ 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ മാത്രമേ സംസ്ഥാനത്തിന് ബാധകമാക്കിയിട്ടുള്ളൂ. 6-ാം അധ്യായം കേരളത്തിലെ ബാധകമാക്കിക്കൊണ്ട് ഒരു വിജ്ഞാപനവും നാളിതുവരെ പ്രസിദ്ധീകരിച്ചതായി കാണുന്നില്ല. ആയതിനാൽ കേരളത്തിനും ബാധകമാക്കാത്ത ഒരു വകുപ്പിന് കീഴിൽ പുറപ്പെടുവിച്ച വിജ്ഞാപനം കേരളത്തിന് ബാധകമല്ല. അതേസമയം പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് ബാധകമാണ്. കേരളത്തിന് ബാധകമാകാത്ത വിഷയത്തെ സംബന്ധിച്ച് ഒരു ഉപക്ഷേപത്തിന് എന്താണ് പ്രസക്തി? കൂടാതെ ഈ വിഷയം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ്. അങ്ങവിടെ ഉന്നയിച്ചത് പ്രമേയത്തിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അത് സഭയിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് അങ്ങേക്ക് ഉന്നയിക്കാവുന്നതാണ്. സർ, കേരളത്തില് ഒരു വർഷം 15 ലക്ഷത്തോളം കന്നുകാലികൾ ഇവിടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഈ ഭേദഗതിയുടെ ഫലമായി സംസ്ഥാനം വിട്ടുള്ള അവരുടെ യാത്ര നിരോധിച്ചിരിക്കുകയാണ്. അത് ഫലത്തിൽ തടഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ 15 ലക്ഷത്തോളം കന്നുകാലികൾ ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുന്നത് തടയുന്ന അവസ്ഥയാണ് വരിക. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളിൽ എങ്ങനെ ബാധിക്കും എന്നുള്ളത് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലുള്ള കന്നുകാലികളാണ് കൂടുതലായിട്ട് ഇങ്ങോട്ട് വരുന്നത് വർഷം തോറും. അത് തടയുന്ന അവസ്ഥ വരും. ഇത് ബഹുമാനായ അംഗത്തിനറിയാം സർ, ഇത് നമ്മുടെ രാജ്യത്ത് വ്യാപാര സ്വാതന്ത്ര്യമുള്ളതല്ലേ, വ്യാപാരത്തിന് അവകാശമുള്ളതല്ലേ. അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇത് ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തടസ്സവാദം ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, കന്നുകാലി ചന്തകളുടെ പ്രവർത്തനം നിയന്ത്രിക്കാനെന്ന പേരിലാണ് 1960 മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ട്
മെയ് 23-ന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. സർ, ഫലത്തിൽ കന്നുകാലികളുടെ കശാപ്പ് പൂർണ്ണമായും നിരോധിക്കുന്ന നിലയാണ് ഈ വിജ്ഞാപനം മൂലം ഉണ്ടായിട്ടുള്ളത്. രാജ്യത്താകെയും നമ്മുടെ സംസ്ഥാനത്തും തൊഴിൽ, വ്യാപാര, ഭക്ഷ്യസുരക്ഷാ മേഖലകളിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഈ വിജ്ഞാപനം മൂലമുണ്ടാകും. പോഷകാഹാരക്കുറവ് മൂലമുള്ള ആരോഗ്യ പ്രതിസന്ധിക്ക് ഇത് വഴിവെക്കും. സംസ്ഥാനത്തിൻ്റെ അധികാരാവകാശങ്ങളിലേക്ക് കേന്ദ്രം കടന്നു കയറുന്ന നിലയും ഈ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ ഉണ്ടാകും. സർ, ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രത്യേക സ്ഥിതിവിശേഷം നിയമസഭ പ്രത്യേകമായി ചേർന്ന് ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉയർന്നു വന്നിട്ടുള്ളത്. മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമത്തിൻ്റെ മറവിൽ പൗരൻ്റെ തൊഴിൽ, വ്യാപാര, ആഹാര സ്വാതന്ത്ര്യത്തിനുള്ള മൗലികാവകാശം ഹനിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ഒരു വശത്ത് ഇത് ചെയ്യുമ്പോൾ തന്നെ മറുവശത്ത് ഈ മേഖലയെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയിലാകും. സർ, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ 5 ലക്ഷത്തോളം പേർ ഇറച്ചി വിൽപ്പനയിൽ പങ്കെടുക്കുന്നവരായിട്ടുണ്ട്, അതിൻ്റെ തൊഴിലിൽ പങ്കെടുക്കുന്നവരായിട്ടുണ്ട്. സർ, അനൗദ്യോഗികമായിട്ടുള്ള അറവുശാലകൾ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടുള്ള തൊഴിൽ വേറെയുമുണ്ട്. അപ്പം ഇതൊരു നിസ്സാരമായ പ്രശ്നമല്ല നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. കന്നുകാലികളെ കൃഷി ആവശ്യത്തിനല്ലാതെ വിൽക്കരുത്, അറവുശാലകൾക്ക് വിൽക്കരുത്, പ്രായമാകാത്തവയെ ചന്തയിൽ കൊണ്ടുവരരുത് എന്നീ വ്യവസ്ഥകൾ വിജ്ഞാപനത്തിലുണ്ട്. കന്നുകാലികളുടെ വിശദവിവരങ്ങൾ അടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ കൈവശം സൂക്ഷിക്കണം എന്നതടക്കമുള്ള അസംബന്ധ ജടിലവും അപ്രായോഗികവുമായ നിരവധി വ്യവസ്ഥകൾ ചട്ടത്തിലുണ്ട്. അത് സംസ്ഥാനത്തിനും ബാധകമാണ് ആ ചട്ടം. അവ കർഷകർക്കാകെ വലിയ തിരിച്ചടിയാകും. കേന്ദ്ര വിജ്ഞാപനം കേരളത്തിലെ മാംസോൽപാദന മേഖലയെ അങ്ങേയറ്റം പ്രതികൂലമായി ബാധിക്കും. സംസ്ഥാനത്ത് മഹാഭൂരിപക്ഷം ജനങ്ങളും മാംസം കഴിക്കുന്ന അവസ്ഥയാണുള്ളത്. ഈ പുതിയ ചട്ടങ്ങൾ ഇത്തരമൊരു സാഹചര്യത്തിൽ തികച്ചും അപ്രായോഗികമായതാണ്. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കയ്യേറ്റമാണിത്. സർ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഉരുക്കളുടെ എണ്ണത്തിൽ ഇതിനകം തന്നെ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത ഘട്ടം പാൽ ഉൽപ്പാദനം കുറയലും പാൽ വില കൂടലുമാണ്. സർ, ഇത് കൃഷിക്കാരെ ഏറ്റവും അധികം പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് കാണുന്ന ചിത്രം കൃഷിക്കാർ കടുത്ത അസംതൃപ്തിയിലും വിവിധ പ്രക്ഷോഭങ്ങളിലും ഏർപ്പെട്ട് നിൽക്കുകയാണ്. മഹാരാഷ്ട്രയിൽ കൃഷിക്കാരുടെ പ്രക്ഷോഭം നടക്കുന്നു, മധ്യപ്രദേശിൽ പ്രക്ഷോഭം നടക്കുന്നു. മധ്യപ്രദേശിലെ പ്രക്ഷോഭത്തെയാണെങ്കിൽ പോലീസ് അതിക്രൂരമായി നേരിട്ടതിൻ്റെ ദുരന്തം 6 കർഷകരുടെ ജീവനാണ് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നത്. സർ, ഇതുപോലുള്ളൊരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ കൃഷിക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നായാണ് ഈ ഭേദഗതിയും വന്നു ഭവിക്കുന്നത്. സർ, കന്നുകാലി പരിപാലനം ലാഭകരമല്ല എന്ന് വന്നാൽ ആ മേഖല തന്നെ ഉപേക്ഷിച്ച് കൃഷിക്കാർ വല്ലാത്ത ദുരിതം അനുഭവിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരും. സർ, നമ്മുടെ സംസ്ഥാനത്തിലാണെങ്കിൽ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഗൗരവമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പാലുൽപാദനം കൂട്ടാൻ ക്ഷീരവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിക്ക് വേണ്ടി കറവ പശുക്കൾ, കന്നുകുട്ടികൾ ഇവയൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കാലിച്ചന്തകൾ മുഖേനയാണ് കൊണ്ടുവരുന്നത്. ഈ നിയന്ത്രണം അതിന് തടസ്സമായി തീരും. സർ, പാലുൽപാദനം കൂട്ടുന്ന കാര്യമിരിക്കട്ടെ, ഈ രംഗത്ത് ഇപ്പോൾ നാം നേടിയ 15% വർധനവ് തന്നെ നിലനിർത്താൻ പറ്റാത്ത സാഹചര്യമാണ് ഇതുമൂലം വന്നു ചേർന്നിട്ടുള്ളത്. സർ, കറവ പറ്റിയവയും പ്രായമേറിയവയുമായ കന്നുകാലികളെ വിറ്റഴിക്കാൻ കഴിയാതെ വരുന്നതോടെ നാട്ടിൻപുറത്തെ ക്ഷീരകർഷകർ വലിയ പ്രതിസന്ധിയിലാകും. അവർക്ക് തീറ്റിപ്പോറ്റാനാകാത്ത കന്നുകാലികൾക്ക്
വാർദ്ധക്യത്തിൽ തീരാ ദുരിതങ്ങൾ സഹിച്ച് കഴിയേണ്ട ദൈന്യമാണ് ഉണ്ടാവുക. കാർഷിക വൃത്തിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കന്നുകാലികളെയും കറവ വറ്റിയവയെയും ചന്തയിൽ വിറ്റ് കിട്ടുന്ന പണം കൂടി ഉപയോഗിച്ചാണ് ക്ഷീര കർഷകർ പുതിയ കന്നുകാലികളെ വാങ്ങുന്നത്. സർ, ഇനി അതിന് കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. കറവ് പറ്റിയ ഓരോ കന്നുകാലിയെയും പോറ്റാൻ വർഷം 40,000 രൂപ ചെലവാക്കേണ്ടി വരുമെന്നാണ് ഏകദേശ കണക്ക്. സർ, ഇവിടെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചീഫ് എക്കണോമിക് അഡ്വൈസർ അരവിന്ദ് സുബ്രഹ്മണ്യൻ നൽകിയ മുന്നറിയിപ്പ് നമ്മൾ ഓർക്കേണ്ടത്. അദ്ദേഹം പ്രസ്താവിച്ചത്, ഏത് സർക്കാരിനും അതിൻ്റെ സാമൂഹിക നയങ്ങൾ തീരുമാനിക്കാൻ അധികാരമുണ്ട്, എന്നാൽ അതിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതത്തെപ്പറ്റി അറിഞ്ഞിരിക്കണം. കാലി വളർത്തൽ തീർത്തും അനാദായകരമാകുന്ന നടപടിയാണിത്. ഉൽപാദനമില്ലാത്ത കാലികളെ സംരക്ഷിക്കേണ്ടി വരുന്നത് കർഷകർക്ക് അധിക ഭാരമാവുകയും ചെയ്യും. ഇത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ചീഫ് എക്കണോമിക് അഡ്വൈസർ അരവിന്ദ് സുബ്രഹ്മണ്യൻ നൽകിയ മുന്നറിയിപ്പാണ്. സർ, നമ്മുടെ രാജ്യത്ത് വിൽപ്പനയിലൂടെ നമ്മുടെ രാജ്യത്തെ കർഷകരാകെ വലിയ തോതിലുള്ള പ്രതിസന്ധിയിൽ ഇതിൻ്റെ ഭാഗമായി എത്തിച്ചേരും. ഓരോ കന്നുകാലിയെയും പോറ്റാൻ വർഷം 40,000 രൂപ ചെലവാക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. പ്രായം ചെന്ന പശുക്കളുടെയും എരുമകളുടെയും വിൽപ്പനയിലൂടെ കിട്ടുന്ന പണമാണ് ഡയറി ഫാമുകളുടെ വരുമാനത്തിൻ്റെ 40%. ഫലത്തിൽ ഭരണഘടനയിലെ 19(1) G അനുച്ഛേദം ഉറപ്പു നൽകുന്ന തൊഴിൽ ചെയ്യാനുള്ള മൗലികാവകാശം ഇവിടെ ലംഘിക്കപ്പെടുകയാണ്. സർ, ഈ വിജ്ഞാപനം വരുന്നതിന് മുൻപ് തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നിയമാനുസൃതമായി കാലികളെ കൊണ്ടുവരുന്ന കർഷകർക്ക് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒട്ടേറെ കയ്യേറ്റങ്ങൾ അവരുടെ നേരെ ഉണ്ടായിട്ടുണ്ട്. പുതിയ ചട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ അത്തരം കയ്യേറ്റങ്ങൾ വർദ്ധിക്കാനാണ് സാധ്യത. അത് ക്രമസമാധാന പ്രശ്നങ്ങൾക്കിടയാക്കും. ഇതോടൊപ്പം മറ്റൊരു പ്രശ്നമുണ്ട്. മൃഗശാലയിലെ മൃഗങ്ങൾക്ക് മാട്ടിറച്ചി നിർബന്ധമാണല്ലോ. പല മൃഗങ്ങൾക്കും മാട്ടിറച്ചി മാത്രമാണ് ആഹാരം. പുതിയ നിയന്ത്രണങ്ങൾ മൃഗശാല നടത്തിപ്പും അവതാളത്തിലാക്കും. സർ, കേന്ദ്ര വിജ്ഞാപനം ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ജനങ്ങളെ ഒന്നടങ്കം ബാധിക്കുന്ന കാര്യമാണിത്. കേരളത്തിൽ മാംസാഹാരം കഴിക്കുന്ന 95%-ലധികവും സാധാരണക്കാരും ദരിദ്രരുമാണ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് 2,52,000 ടൺ മാട്ടിറച്ചിയുടെ വ്യാപാരം ഒരു വർഷം നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. സർ, യഥാർത്ഥത്തിൽ അത് 6,552 കോടി രൂപയുടെ മാട്ടിറച്ചി കച്ചവടമാണ് ഒരു വർഷം ഈ സംസ്ഥാനത്ത് നടക്കുന്നത്. സർ, അത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് ഈ നീക്കം എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ദരിദ്രരായവരെ സംബന്ധിച്ചിടത്തോളം വല്ലപ്പോഴും കിട്ടുന്ന പ്രോട്ടീൻ സമ്പുഷ്ടമായ ആഹാരമാണ് മാട്ടിറച്ചി. പ്രോട്ടീൻ വേറെയിലുമുണ്ട്, വേറെ ഇറച്ചികളിലുമുണ്ട്. ഈ മട്ടനും ചിക്കനും അതൊക്കെ സാധാരണ നിലക്ക് പ്രോട്ടീൻ ഉള്ളത് തന്നെയാണ്. പക്ഷേ വലിയ വിലയാണ്. ഇതിൻ്റെ 3 ഇരട്ടിയും 4 ഇരട്ടിയും വില കൊടുത്താൽ മാത്രമേ മട്ടൺ വാങ്ങിക്കഴിക്കാൻ പറ്റൂ. അപ്പോൾ അതിനെയൊക്കെ അപേക്ഷിച്ച് വില കുറവായതുകൊണ്ടാണ് സാധാരണക്കാർ മാട്ടിറച്ചി ഉപയോഗിക്കുന്നത്. മാട്ടിറച്ചി നിരോധനം വരുമ്പോൾ മറ്റ് മാംസാഹാരങ്ങളുടെ വില വർദ്ധിക്കും. ഇപ്പം തന്നെ വർദ്ധിക്കൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മറ്റ് ഭക്ഷ്യസാധനങ്ങളുടെയും മീനും പച്ചക്കറി അതിൻ്റെയൊക്കെ വിലയും ഉയരാനിടയുണ്ട്. മൊത്തത്തിൽ വിലക്കയറ്റം സൃഷ്ടിക്കുകയും ജീവിത ചെലവ് തന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന തീരുമാനമാണിത്. ഇപ്പോൾ മാംസ കയറ്റുമതി വലിയ തോതിൽ ഒരു വരുമാന മാർഗമാണ്. ഈ നിയന്ത്രണങ്ങൾ കാരണം മാംസ കയറ്റുമതി രംഗത്ത് ചെറുകിടക്കാർ പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. മാട്ടിറച്ചി കയറ്റുമതി കഴിഞ്ഞ 3 വർഷം കൊണ്ട് 35% വളർച്ച നേടിയിട്ടുണ്ട്. അത് മുന്നിൽ കണ്ട് ആ മേഖല കൈയടക്കാനുള്ള കുത്തകകളുടെ കുതന്ത്രവും
ഈ വിജ്ഞാപനത്തിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ കർഷകന് കന്നുകാലിയെയും കൊണ്ട് ചന്തയിലേക്ക് പോകാൻ പോലും പറ്റില്ല. എന്നാൽ വൻ കോട്ടകൾക്കുള്ളിലായി ആനിമൽ ഫാമും സ്ലോട്ടർ ഹൗസും പ്രോസസ്സിംഗ് യൂണിറ്റും ഏർപ്പെടുത്തി മാംസം കയറ്റുമതി ചെയ്യുന്ന ഈ രംഗത്തെ വൻകിട കോർപ്പറേറ്റുകൾക്കാകട്ടെ ഈ വിജ്ഞാപനം ഒരു അലോസരവും ഉണ്ടാക്കുകയുമില്ല. സർ, അതോടൊപ്പം മൃഗങ്ങളുടെ തോല് തുകൽ വ്യവസായത്തിൻ്റെ മുഖ്യ അസംസ്കൃത വസ്തുവാണ്. ഇന്ത്യയിലെ തുകൽ വ്യവസായത്തിൽ 25 ലക്ഷത്തോളം പേർ ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഇറച്ചി കച്ചവടക്കാരും വന്നപ്പോൾ പറയുന്നത് തുകൽ നല്ല രീതിയിലുള്ള ഒരു വരുമാന മാർഗമാണ് എന്നാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയെടുത്താൽ അധികവും ദളിതരാണ് രാജ്യത്തിനകത്ത് ഈ മേഖലയിൽ ജോലിയെടുക്കുന്നതെന്ന് കാണാൻ കഴിയും. ഈ വ്യവസായ മേഖല തകരുമ്പോൾ ആ വിഭാഗം പൂർണ്ണമായും പെരുവഴിയിലാകുന്ന അവസ്ഥയുണ്ടാകും. കേരളത്തിൻ്റെ അവസ്ഥ അങ്ങനെയല്ല. പൊതുവേ തന്നെ നമ്മുടെ നാട്ടിൽ ഈ വ്യാപാരം നല്ല നിലക്ക് നടക്കുന്നതാണ്. കർഷകരെയും മാട് കച്ചവടക്കാരെയും തൊഴിലാളികളെയും ദളിതരെയും കടുത്ത വൈഷമ്യത്തിലേക്ക് തള്ളിവിടുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായിട്ടുള്ളത്. സർ, ഇവിടെ ഈ ചട്ടഭേദഗതി ഭരണഘടനാ വിരുദ്ധവും ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കുന്നതും നിലവിലുള്ള നിയമത്തിന് വിരുദ്ധവുമായതാണ്. ഗോവധ നിരോധം എന്ന രഹസ്യ രാഷ്ട്രീയ അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിൻ്റെയും നിയമനിർമ്മാണ അധികാരങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിലുള്ള കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ പാർലമെൻറ്റിന് അധികാരമില്ലാത്തതാണ്. അത്തരം കാര്യങ്ങളിൽ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കേന്ദ്രത്തിനും അധികാരമില്ല. സർ, ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിൽ സംസ്ഥാന ലിസ്റ്റിൽ 15ാമതായാണ് മൃഗസംരക്ഷണവും പരിപാലനവും വരുന്നത്. അതിനെക്കുറിച്ച് നിയമം നിർമ്മിക്കാനോ ഉത്തരവിറക്കാനോ കേന്ദ്രത്തിന് അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ചട്ടങ്ങൾ ഉണ്ടാക്കാൻ കേന്ദ്രത്തിന് അധികാരമില്ല. ഈ വിജ്ഞാപനം സംസ്ഥാനങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്, ഭരണഘടനാ വ്യവസ്ഥകളുടെ ലംഘനമാണ്. സർ, ചട്ടം നിർമ്മിക്കുമ്പോൾ പ്രധാനപ്പെട്ട 3 വ്യവസ്ഥകൾ പാലിക്കണം. ഒന്ന്, ചട്ടങ്ങൾ നിയമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടുന്നതിനായിരിക്കണം. 2, നിയമത്തിൽ ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ ഒതുങ്ങിയെന്ന് ചട്ടങ്ങൾ ഉണ്ടാക്കണം. 3, നിയമങ്ങൾ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നതാവരുത്. ഈ 3 തത്വങ്ങളുടെയും ലംഘനമാണ് പുതിയ ചട്ടത്തിലുള്ളത്. ഭക്ഷണത്തിനു വേണ്ടി മൃഗങ്ങളെ കൊല്ലുന്നത് ബന്ധപ്പെട്ട നിയമത്തിലെ 11(3) ഈ വകുപ്പ് പ്രകാരം അനുവദനീയമാണ്. അങ്ങനെയിരിക്കെ ഈ നിയമത്തിൻ്റെ ചട്ടങ്ങളിൽ കശാപ്പിനായി മൃഗങ്ങളെ വിൽക്കുന്നത് തടയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറപ്പെടുവിച്ച ചട്ടങ്ങൾ നിയമവിരുദ്ധമാണെന്ന് വ്യക്തമാണ്. മനുഷ്യനൊഴികെ എല്ലാ ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്ന വിപുലമായ കാഴ്ചപ്പാടും നിർവചനവുമാണ് മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഏതാനും മൃഗങ്ങളെ മാത്രം തിരഞ്ഞെടുത്ത് അവയെ കശാപ്പിനായി വിൽക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നത് നിയമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായതാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് പൗരന്മാരുടെ ഭക്ഷണശീലങ്ങളിലുള്ള ഭരണകൂടത്തിന് ഇടപെടൽ. സർ, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണ് ഈ വിജ്ഞാപനമെന്ന കാര്യത്തിൽ തർക്കമില്ല. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കാൻ 3 വർഷം പൂർത്തിയാക്കിയ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കൃഷി, വ്യവസായം, തൊഴിൽ തുടങ്ങി എല്ലാ മേഖലകളിലും ദയനീയമായി പരാജയപ്പെട്ട കേന്ദ്ര സർക്കാർ കന്നുകാലി കശാപ്പ് നിരോധനം പോലുള്ള വിഷയങ്ങൾ എടുത്തിട്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വർഗീയ ധ്രുവീകരണത്തിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുമാണ് ശ്രമിക്കുന്നത്. നാടിൻ്റെ കാർഷിക, വ്യാവസായിക, തൊഴിൽ മേഖലകളെ തകർക്കുന്നതും പൗരന്മാരുടെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്നതും സംസ്ഥാനങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അധികാരങ്ങളിൽ കടന്നു കയറുന്നതുമായ ഈ വിജ്ഞാപനം ജനങ്ങളുടെ പൊതു താൽപ്പര്യം പരിഗണിച്ച് റദ്ദാക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. യെസ്, ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ചയ്ക്ക് നമ്മൾ 2 മണിക്കൂറാണ് നിശ്ചയിച്ചിരിക്കുന്നത്.
അതുപോലെ 2 മണി പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. 2 മണിക്കൂറിനുള്ളിൽ തന്നെ ചർച്ച പൂർത്തീകരിക്കാവുന്ന നിലയിൽ അംഗങ്ങൾ സമയനിഷ്ഠ പാലിക്കണം. ചെയർ ഇടപെടുന്ന ഒരു സാഹചര്യം ദയവായി ഉണ്ടാക്കരുത്. ബഹുമാനപ്പെട്ട ശ്രീ VS അച്യുതാനന്ദൻ, അങ്ങേക്ക് 6 മിനിറ്റ് സംസാരിക്കാം. ബീഫ് നിരോധനം എന്ന ദേശീയ ദുരന്തത്തിൻ്റെ ഇരകളാകാൻ വിധിക്കപ്പെടുന്ന ജനതയുടെ ചെറുത്തുനിൽപ്പിന് ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ഐക്യദാർഢ്യം അറിയിക്കുകയാണ്. പ്രത്യേക നിയമസഭാ സമ്മേളനം തന്നെ വിളിച്ചു ചേർക്കാൻ നിർബന്ധിതമാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയെ ഞാൻ അപലപിക്കുന്നു. ജനങ്ങളുടെ ജീവിതത്തെയും ജീവിത രീതികളെയും ആഹാരക്രമങ്ങളെയും നിയന്ത്രിച്ച് തുടങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഡാർവിനെയും വെല്ലുന്ന പുതിയ സിദ്ധാന്തങ്ങളാണ് ഗോമാതാവിനും കാളപിതാവിനും വേണ്ടി നിർമ്മിച്ചിരിക്കുന്നത്, ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ബീഫ് നിരോധിച്ചിട്ടില്ലെന്നും കാലിച്ചന്തകളിൽ മേലുള്ള വിപണനം മാത്രമേ നിരോധിച്ചത് എന്നും അറിയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. മാടിൻ്റെ ഉടമസ്ഥൻ മാടിനെ അറവിന് വിട്ടു നൽകരുത് എന്നാണ് വ്യവസ്ഥ. ചുരുക്കത്തിൽ ഇന്ത്യ ഗവൺമെൻറ് അറവ് നിരോധിക്കുന്ന വിജ്ഞാപനം തന്നെയാണ് ഇത്. ഈ വിജ്ഞാപനത്തിൽ പറയുന്ന നിബന്ധനകൾ അനുസരിച്ച് ഇനി അദാനിയോ അംബാനിയോ പോലുള്ള വൻകിടക്കാരോ മാത്രം കാലിച്ചന്തയും മാംസക്കച്ചവടവും നടത്തിയാൽ മതിയെന്നാണ് മോദി നിർബന്ധിച്ച് ഇതിൻ്റെ ഉള്ളിലിരിപ്പ്. സാർ, BJPയുടെ രാഷ്ട്രീയ പൊള്ളത്തരം വെളിവാക്കുന്നതാണ് ഈ വിജ്ഞാപനം. വിപണിയും അതിലെ ഡിമാൻഡുമാണ് ക്രയവിക്രയം നിർണയിക്കുകയെന്ന് പറഞ്ഞ് കർഷകരുടെ ആനുകൂല്യങ്ങളും സബ്സിഡികളും എടുത്തു കളഞ്ഞവരാണ് ഇവർ. ഇപ്പോൾ ഇവർ വിപണിയിലും വർഗീയത കലർത്തുകയാണ്. മാടിനെ വാങ്ങുന്നവൻ എന്തിന് വാങ്ങുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തണമത്രേ. അത് അധികൃതർ ഉറപ്പുവരുത്തണം. അവിടെ എന്ത് ഡിമാൻഡും സ്വതന്ത്ര വിപണിയുമാണ് സർ. നാം കരമടച്ച് കൈവശം വയ്ക്കുന്ന ഭൂമിയുടെ വിനിയോഗം സംബന്ധിച്ച് ഉയർന്ന നിർദ്ദേശങ്ങളെ വെട്ടിനിരത്തൽ എന്നാക്ഷേപിച്ചവരാണ് ഇവർ. വിപണിയിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ ഈ കൂട്ടർ വിനിയോഗ ചട്ടം ഏർപ്പെടുത്തുകയാണ്. സർ, പശു പരിപാലനത്തിൻ്റെ ബാലപാഠങ്ങൾ അറിയാത്തവരാണ് ഇത് തയ്യാറാക്കിയത് എന്ന് വ്യക്തമാണ്. നമ്മുടെ കാർഷിക സംസ്കൃതിയുടെ ഭാഗമാണ് കാളകൾ. അത് BJPയുടെ വിത്തുകാളകളല്ല, വരിയുടച്ച കാളകളെയാണ് കർഷകർ ഉപയോഗപ്പെടുത്തുന്നത്. കാളകളെ വരി ഉടച്ചാൽ ഗോമാതാവിന് അത് പ്രശ്നമാകുമെന്നാണ് സംഘപരിവാർ കരുതുന്നത്. നമ്മുടെ ധവള വിപ്ലവത്തിൻ്റെ കൂടി ഭാഗമായാണ് വിത്തുകാളകളെയും എണ്ണം നിയന്ത്രിക്കാനും മറ്റുമായി കാളകളെ വന്ധീകരിച്ചു പോരുന്നത്. ഈ വന്ധ്യകരണം പ്രക്രിയ ഇന്നോളം നാട്ടിൽ ചെയ്തു പോന്ന ഒരു രീതിയുമാണ്. അതും കുറ്റകരമാക്കിയിരിക്കുകയാണ്. BJP തെരുവ് നായ്ക്കളുടെ വന്ധീകരണം, മൃഗസംരക്ഷണവും കാളകളുടെ വന്ധീകരണവും ഗോമാതാവിനുള്ള അതിക്രമമായാണ് ചില കള്ള സന്യാസിമാർ കണക്കാക്കുന്നത്. അത്തരം ചില സന്യാസിമാർ വന്ധീകരിക്കപ്പെട്ടത് അടുത്തയിടെയാണല്ലോ. ഈ പോക്ക് പോയാൽ BJPയുടെ കാര്യവും പോക്കാകുമെന്ന് കാര്യത്തിൽ സംശയമില്ല.
ഈ വിജ്ഞാപനത്തിലൂടെ ജനങ്ങൾ അകപ്പെട്ടിട്ടുള്ള കുരുക്കിൽ നിന്ന് അവരെ മോചിപ്പിക്കേണ്ടത് പ്രായമാവുന്ന കാലികളെ കശാപ്പുകാർക്ക് വിൽക്കുകയും പുതിയവയെ വാങ്ങുകയും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് കേന്ദ്ര വിജ്ഞാപനത്തിലൂടെ ഹരിക്കപ്പെടുന്നത്. ക്ഷീര കർഷകരുടെ ജീവിതമാർഗവും ഇതോടെ ഇല്ലാതാവുകയാണ്. കശാപ്പുമായി ബന്ധപ്പെട്ട് തൊഴിലുകൾ നഷ്ടമാകുകയും ബീഫ് ഫലത്തിൽ നിരോധിത ഭക്ഷണമാകുകയും ചെയ്യും. ഈ പ്രതിസന്ധി മറികടക്കാനുള്ള മാർഗമാണ് നാം ഇവിടെ ആലോചിക്കേണ്ടത്. സർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും ശക്തമായ സഹകരണ പ്രസ്ഥാനമുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യൻ കോഫി ഹൗസ് പോലെ സഹകരണ പ്രസ്ഥാനത്തിന് കശാപ്പുശാലകളും കാലിച്ചന്തകളും രൂപീകരിക്കാനാകുമോ എന്ന് പരിശോധിക്കണം. ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഉപജീവനം നടത്തുന്ന ഒരാൾക്ക് പോലും ജീവിതമാർഗം ഇല്ലാതാവരുത്. ആവശ്യമെങ്കിൽ അതിനായൊരു നിയമനിർമ്മാണം തന്നെ നടത്തണം. മൂല്യവർദ്ധിത ബീഫ് കയറ്റുമതിയിലൂടെ സംസ്ഥാനത്തിന് വരുമാനവും ഉണ്ടാക്കാം. സർ, മഞ്ഞിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരുടെ പേരിൽ കരയുകയും ആയുധ കമ്പനികൾക്ക് വേണ്ടി പട്ടാളക്കാരെ ബലി നൽകുകയും ചെയ്യുന്ന അതേ സമീപനം ഇന്ത്യക്കാരുടെ കറിക്കലത്തിൽ കൈയിടുന്നതിലും BJP പുലർത്തുകയാണ് സർ. വൻകിട കയറ്റുമതി ഇറക്കുമതി കമ്പനികൾക്ക് വേണ്ടിയാണ് ഗോമാതാവിൻ്റെ പേരിൽ BJP ഈ നാടകം നടത്തുന്നത്. ഈ നയവഞ്ചന തുറന്നു കാട്ടപ്പെടുകയും അതിനെ ചെറുതു തോൽപ്പിക്കുകയും വേണം. സർ, പ്രധാനമന്ത്രി ഇതൊക്കെ അറിയുന്നുണ്ടോ എന്നോ? വല്ലപ്പോഴും ഇന്ത്യയിലെത്തുമ്പോൾ നമ്മുടെ BJP അംഗം കേരളത്തിൻ്റെ വികാരം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം. യൂറോപ്യൻ രാജ്യങ്ങളിൽ ചുറ്റിത്തിരിയുമ്പോൾ അവിടെ നല്ല സ്വയംഭൻ ബീഫൊക്കെ തിന്ന് ഇവിടെ വന്ന് പറയുകയാണ് ഗോസംരക്ഷണം ഗോസംരക്ഷണം. അത് കേട്ട് തുള്ളിച്ചാടാൻ കുറേ ശിങ്കിടികൾ. സാർ, ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്ന പുതിയ BJPക്ക് ഇല്ല എന്ന് നമുക്കറിയാം. BJP എന്ന ട്രോജൻ കുതിരയുടെ ഉള്ളിൽ സംഘപരിവാറിൻ്റെ കുറുവടിക്കാരാണുള്ളത് എന്നതിൻ്റെ തെളിവാണല്ലോ ഇന്നലെ ഡൽഹി AKG ഭവനിൽ കണ്ടത്. എങ്കിൽ പോലും ഇവിടെ പങ്കുവയ്ക്കപ്പെട്ട ആശങ്കകളും നിർദ്ദേശങ്ങളും നമ്മുടെ BJP അംഗം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നാണ് ഞാൻ കരുതുന്നത്. താങ്ക് യു. ബഹുമാനപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങേക്ക് 6 മിനിറ്റ് സംസാരിക്കും. സർ,